ഹലോ. ഹലോ, ആ ലിയക്കത്തില്ലേ? അതെ, ബ്രോ നമസ്കാരം. നമസ്കാരം. ഞാനേ ആദ്യമേ ഒരു കാര്യം പറയാം. ഇത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യില്ലേ, എനിക്ക് പറയൂ. താങ്കളുടെ ചിന്താഗതിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ആ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്ലോഡ് ചെയ്തതേ. അത് ലാസ്റ്റ് കേട്ടിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനം എടുത്തു. ഉം. ചേട്ടന് ഇപ്പൊ ഒരു എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനോട് എന്താണ് അഭിപ്രായം? മനസ്സിലായില്ല, എൻലൈറ്റ്മെന്റ്. ഒരു ജ്ഞാനോദയം. നമ്മളിപ്പം പണ്ട് ബുദ്ധനും ഈ പറയുന്ന ശ്രീനാരായണ ഗുരു ഇവരെല്ലാം ഒരു കൺസെപ്റ്റിൽ പോയ ആൾക്കാരാണ്. ഇവരാ ജ്ഞാനോദയത്തെ പറ്റി എന്താണ് അഭിപ്രായം? അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ പലർക്കും കിട്ടുന്നുണ്ട്. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ആളുകൾ ചിന്തിച്ചിട്ട് കണ്ടെത്തുന്ന ആളുകളുടെ അതന്നെ അഭിപ്രായങ്ങളാണ്. അതന്നെ നമ്മുടെ ഇതിപ്പം ഏത് രീതി വേണമെങ്കിലും ചിന്തിക്കാം. ഇതൊരു യൂണിവേഴ്സലിന്റെ പവർ ആണെന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അങ്ങനെ ഞാൻ പക്ഷം നമ്മുടെ ചിന്തിക്കുന്നില്ല. മനുഷ്യരുടെ തലച്ചോറിന്റെ പവർ തന്നെയാണ് അതന്നെ മനുഷ്യരെ തലച്ചോറിന്റെ പവർ. അത് യൂണിവേഴ്സിന്റെ ഒരു പവറായിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഒരു പവറായിട്ട് ചിന്തിക്കാം, ബ്രെയിന്റെ ഒരു പവർ. തലച്ചോറ് യൂണിവേഴ്സിന്റെ ഭാഗം തന്നെയാണല്ലോ മനുഷ്യന്റെ തലച്ചോറ്. അതെല്ലാം കണക്റ്റഡ് ആണ്. അത് നമുക്ക് ഈ ചിന്ത എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അത് അപ്ഗ്രേഡായി പോകുന്ന കാര്യമാണ്. അപ്പം ചേട്ടന് ഏത് രീതിയിലാണ്? ഞാനിപ്പം എനിക്ക് രണ്ട് കൺസെപ്റ്റ് ഓക്കെയാണ്. അപ്പൊ ഇത് തലച്ചോറിന്റെ പവറായിട്ട് കാണാനും തലച്ചോറിനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എവല്യൂഷൻ ആയിട്ട് കാണാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു സാധ്യത ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി ചേട്ടന്റെ അതിന്റെ ഒരു സാധ്യത ഉണ്ട്. കാരണം ഇന്ന് പുതിയ ശാസ്ത്രീയ കണ്ടെത്തൽ വെച്ചിട്ട് എനിക്ക് പരിമിതമായ അറിവേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ചിന്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയത്. ഇപ്പൊ ഈ ക്വാണ്ടം ഫിസിക്സിനകത്ത് പോലും ഈ പറയുന്ന ഈ ആത്മീയതയുടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതിന് പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ആൾക്കാർക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നതിനൊക്കെ. അല്ല ചേട്ടൻ, എനിക്ക് തോന്നുന്നു ഞാൻ കടന്നുപോയ അതേ വഴികളിലൂടെയാണ് ചേട്ടൻ അല്ല, കടന്നു. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ആത്മീയ അന്വേഷിയേ അല്ല. അതാണ് എന്റെ പ്രശ്നം. ഞാൻ ഇതിന്റെ ആത്മീയതയുടെ നിഗൂഢതകൾ അന്വേഷിച്ചിറക്കുന്ന അങ്ങനെ തേടി അറിയുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരാളല്ല. കാരണം ഞാൻ മനുഷ്യന്റെ ഭൗതിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നതും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ മനുഷ്യന്മാരെ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവരുടെ പറയാൻ മൈൻഡ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പേഴ്സണലി ഞാൻ ഓരോരുത്തരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. പിന്നാണ് ഈ പറയുന്ന ഒരു ശാസ്ത്രത്തിൽ പോലും ഒരു ലൂപ്പ് ഹോൾ അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ പ്രപഞ്ചത്തെ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം പ്രപഞ്ചം ഒരു വലിയൊരു സംഭവമാണ്. അതിനെപ്പറ്റി കൂടുതൽ ബുദ്ധൻ പറഞ്ഞൊരു വാക്കുണ്ട് അതിനകത്ത്, ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ഗോഡ് എന്നാണ്. അതാണ് എനിക്ക് അതിനകത്ത് എന്റെ സ്റ്റാൻഡ് അതാണ്. പക്ഷെ ഞാൻ ഗോഡിന്റെ ഒരു കൺസെപ്റ്റ് അല്ല ചേട്ടാ. ഇതിന് എന്ത് പേര് പറഞ്ഞാലും ഇപ്പം ഗോഡ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ശക്തി, പ്രപഞ്ചാതീത ശക്തി, ഇതൊന്നും ഡെഫിനിറ്റ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷനും ഇല്ല. ഓരോരോ ഇൻറ്റ്യൂഷൻസ് ആണ്. അതാണ് ആ ഇൻറ്റ്യൂഷൻസ് ആണ് ഇതെല്ലാം. ഓരോ ആളുകൾക്ക് ഓരോരോ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും, ഓരോ ആളുകൾക്ക് ഓരോരോ ഭാവനകൾ ഉണ്ടാവും. പിന്നെ ഇത് കുറച്ചുകൂടി കടത്തി പറഞ്ഞ ഇതൊക്കെ ഒരു ഭാവനയാണ്, നമ്മൾ ചിന്തിച്ചു ഉണ്ടാക്കുന്നതാണ്. ഈ ഭാവനയിൽ എന്തോ ഒരു കണക്ഷൻ നമുക്ക് ചേട്ടൻ അത് മനസ്സിലാവാത്തോണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് എല്ലാ ആളുകൾക്കും. എന്നെ വിലയിരുത്താനേ ചേട്ടനെ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ചേട്ടൻ ആ ഒരു രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈ അനുഭവത്തെ ചേട്ടനൊന്ന് വിലയിരുത്തുക, സ്വയം വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ചാൽ മതി. ഇപ്പൊ എനിക്ക് കുറെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ആ അനുഭവങ്ങൾ ചേട്ടനോട് പങ്കുവെക്കാം. അത് ഇപ്പം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്ത് കളയല്ലേ ദൈവത്തെ ഓർത്ത്. നമുക്ക് നിരന്തരം ആ ആശയങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിന്ത ഉയരും തോറും നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതൽ ചിന്ത വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുറെ ഐഡിയാസ് നമുക്ക് ഞാൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് എന്തോ ഒരു ശക്തിയായിരിക്കാം. അത് ചിന്തിക്കുന്നോണ്ടാണ്. തലച്ചോറിന്റെ ഒരു പവറാണ്. സാധാരണ മനുഷ്യർക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പവർ അതെപ്പോഴും ആക്ടിവേറ്റ് ആവുന്നു. നമ്മള് ഡെലിബറേറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. എന്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയാണ്. ഞാൻ ഇത്ര നാള് 19 വയസ്സായി, ജീവിതം നോർമലായിട്ട് ജീവിച്ചു വന്നു, ഒരു നിരീശ്വരവാദിയെ പോലെ ജീവിച്ചു വന്നു. പിന്നീട് പല മേഖലയിലോട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സങ്കല്പിച്ചെടുക്കുന്നതാണ് ബാക്കി. അങ്ങനെ ഒരു സങ്കല്പമാണോന്ന് അത് ചേട്ടനും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഇവർക്കൊക്കെ എന്തോ തോന്നലുകളുണ്ട്. ആ തോന്നലുകൾ മാത്രമാണ്, അവരുടെ തോന്നലാണ്.
അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ എന്റെ ഒരു അന്വേഷണം. ഞാൻ ഇതിനെ പറ്റി ഞാനൊരു ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല പറയുന്നത്. ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇതിന്റെ സാധ്യതയെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആ സാധ്യത പഠിക്കാനുള്ള അവകാശം, ആ ക്യൂരിയോസിറ്റിയുടെ പുറകെ പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ അതിനകത്ത് ക്യൂരിയസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇപ്പൊ നിങ്ങൾ ഈ ഒരു മേഖല നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ല, ഞാൻ ആ മേഖല നോക്കുന്ന ആളെ അല്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അതിലൊട്ടും ക്യൂരിയസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു വലിയ സമൂഹത്തെ ഒരു നല്ല ദിശയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അത് ഒട്ടും ആത്മീയമായിട്ടുള്ള വഴികളല്ല. അല്ല, നിങ്ങൾ ഇസ്ലാമിക വിമർശനമാണെങ്കിൽ പോലും, പക്ഷെ അത് ഇസ്ലാമിനെ തന്നെ ഗുണപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിനകത്ത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്നാൽ ആ സമൂഹം ഇനിയും നിലനിൽക്കും. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് ഇല്ലാണ്ടായി പോകുന്നുള്ള. അതുകൊണ്ട് ഒന്നും അത് മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിലനിർത്തിയാൽ പോലും അത് ദൈവികമാണെന്ന് വരില്ല. കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ, ഞാൻ പറയാം, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് എനിക്കിപ്പോ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്ന വഴിയിൽ അന്വേഷിക്കുന്ന ആളല്ല. ഞാൻ ഇതിനൊന്നും ആത്മീയമായിട്ട് കാണുന്ന ആളുമല്ല. ഞാൻ ഈ ഇസ്ലാമിനെ പോലും നോക്കി കാണുന്നതും വിമർശിക്കുന്നതും അതിന്റെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനിലാണ്. മനസ്സിലായോ? ഞാൻ അല്ലാതെ ദൈവമുണ്ടോ ഉണ്ടില്ലേ എന്നുള്ള ചർച്ചയിലേക്ക്, അത്തരം ക്യൂരിയസ് ആയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. അത് ഓരോ ആളുകളുടെ ഇൻഡ്യൂഷൻസ് ആവാം, പേഴ്സണൽ എക്സ്പീരിയൻസസ് ആവാം, അതല്ലെങ്കിൽ ഓരോ ആളുകളുടെ ഭാവനയാവാം, നമ്മൾ പഠിച്ച കഥയാവാം, കൈമാറി വന്ന ഇതാവാം, ആശയങ്ങളാവാം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഇതിലൊന്നും ഇതിന്റെ ഒന്നും അന്വേഷണ വഴിയിൽ ജീവിക്കുന്ന ആളല്ല. നമ്മുടെ മുമ്പിൽ ഡെഫിനറ്റ് ആയിട്ടും ഉള്ളതും നമുക്ക് എല്ലാവർക്കും അനുഭവഭേദ്യമാകുന്നതും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഈ പറയുന്ന ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിയമങ്ങളും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ശരി തെറ്റ് എന്താണ്, അത് മനുഷ്യന് ഉപകാരമാണോ ഉപദ്രവമാണോ, ഇതൊക്കെയാണ് എന്റെ അന്വേഷണം. ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഞാൻ ബാക്കി കാര്യത്തിൽ ക്യൂരിയസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റേതിനകത്ത് ക്യൂരിയസ് ആണ്, അത് മാത്രമേ. അല്ല, അതായിരിക്കാം. അങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഞാൻ അവരോടൊന്നും കലഹിക്കുന്നില്ല. പക്ഷെ എപ്പോഴൊക്കെ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഈ ക്യൂരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന സത്യങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റു മനുഷ്യനെ ബാധിക്കുന്നോ, അപ്പൊ മാത്രമേ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുള്ളൂ. അതുവരെ നമുക്ക് നിങ്ങളുടെ ആത്മീയ അന്വേഷണത്തോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഞാൻ അതിനോട് വിയോജിപ്പില്ല. ഒരു നിരീക്ഷണം പറയാം. ഇപ്പം ചേട്ടന്റെ ഒരു സ്റ്റാൻഡ് മനസ്സിലായി, എനിക്ക് എന്റെ ഒരു നിലപാട് മനസ്സിലായി. പക്ഷെ എനിക്ക് കുറെ നിരീക്ഷണങ്ങൾ ഞാനിപ്പം കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു സമൂഹം നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജനറേഷൻ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് നിൽക്കുകയാണ്. ശാസ്ത്രം മൊത്തത്തിലൊരു ടേണിംഗ് പോയിന്റ് നിൽക്കുകയാണ്. അതിപ്പോ നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ശാസ്ത്രം തന്നെ ഒരു വലിയ എന്തോ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളും. നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? എല്ലാ സമയത്തും പ്രതിസന്ധികൾ തന്നെയാണ്. ഇപ്പൊ ഓരോ അന്വേഷണത്തിന്റെ വഴികളിൽ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ. ചേട്ടാ, ഇപ്പൊ എയും കൂടെ വന്നപ്പോഴത്തേന് പറയുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന ഈ സനാതന ധർമ്മത്തിൻ്റെതായ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അദ്വൈതം പോലത്തെ കൺസെപ്റ്റുമായിട്ട് എയ്ക്ക് പോലും കണക്ഷൻ വരുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒരു മനസ്സ് റീഡ് ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് റീഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ആ ഡേറ്റകളെ, നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡേറ്റകളെ അത് ഇത് ചെയ്യല്ലോ, വിലയിരുത്തിയിട്ട് ആണ് ഈ സംഭവം റീഡ് ചെയ്തെടുക്കുന്നത്. അത് നമുക്കറിയാം, അതിന്റെ ശാസ്ത്രീയ വശം അതാണ്. പക്ഷെ ആ ഒരു റീഡ് ചെയ്യുന്ന ആ ഒരു പവർ അത് ആൾക്കാരെ കൂടുതൽ ഈ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണ്ടെത്തൽ വരും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു? അത്രേ ഉള്ളൂ. ഞാനിപ്പോ ആഗ്രഹിക്കുന്നതല്ല, അതിപ്പോ ഒരു സാധ്യതയാണ്. ഇപ്പം അങ്ങനെ ഒരു സാധ്യത കൂടുതൽ ചേട്ടന് മനസ്സിലായി തോന്നുമ്പോൾ ഇപ്പൊ നമ്മൾ തമ്മിൽ ആ ഒരു കണക്ഷനിലേക്ക് എത്തിയാൽ മതി. ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ മനസ്സിലാക്കട്ടെ. ചേട്ടനിപ്പം ചെയ്യുന്ന കാര്യങ്ങളിലോട് എനിക്ക് കുറെ യോജിപ്പുണ്ട്. ഇപ്പം മതവിമർശനം, ഹിന്ദു മതത്തെയും വിമർശിക്കുക, ഇസ്ലാം മതത്തെയും വിമർശിക്കുക, എല്ലാ മതത്തിലെയും വിമർശിച്ച് ആ മതത്തെ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം. പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയല്ല ഞാൻ വിമർശിക്കുന്നത്. പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ലെന്ന് തോന്നി. കാരണം ഇസ്ലാമിനെ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് ഇസ്ലാം ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അത് പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം ഫുള്ള് കൊളാപ്സ് ആവും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല.
പിന്നെ എല്ലാ ഇവിടുത്തെ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പിന്നെ അതത് കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ള ഓരോരോ ലൂപ്പ് തന്നെയാണ്. ഇത് ഞാൻ ചേട്ടൻ ചെയ്യുന്നതിനെക്കാട്ടി എന്റെ ഒരു കൺസെപ്റ്റ് ഇച്ചിരി കൂടെ നല്ല കൺസെപ്റ്റ് ആണെന്ന് തോന്നാൻ ഒരു കാര്യം ഞാൻ പറയാം. ചേട്ടൻ അത് വിലയിരുത്തി നോക്കുക. ഇപ്പൊ എന്റെ ഒരു കൺസെപ്റ്റിൽ ഈ പറഞ്ഞ ആത്മീയത അതിപ്പോ ഏത് മതത്തിൽ സുഹൃത്ത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ ആത്മീയത? അല്ല ഞാൻ പറയാം ജസ്റ്റ് ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് പറയാം. അത് ചേട്ടൻ പിന്നീട് വന്ന് അന്വേഷിച്ച് നോക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ആത്മീയത? ആത്മീയത ചേട്ടാ പെട്ടെന്ന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യം ചെയ്യണമെങ്കിൽ ആദ്യം അത് ഡിഫൈൻ ചെയ്യണ്ടേ? നമ്മളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം അതല്ലേ ഡിഫൈൻ ചെയ്യണ്ടേ? ഈ അറിവുകളുടെ ലോകത്ത് ഞാൻ പരിമിതനാണ്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു ആശയം എന്നോട് പറയാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ പെർസീവ് ചെയ്യുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ചിന്താ പദ്ധതി എന്താണ്, അത് ഡിഫൈൻ ചെയ്യണ്ടേ? അപ്പൊ മാത്രമല്ലേ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ചേട്ടാ ഞാൻ ഈ പറഞ്ഞ ആത്മീയത ഓൾറെഡി ഞാൻ ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് പറയാം. നിങ്ങളുടെ കൺസെപ്റ്റ് അല്ല, നമുക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് പറയുമ്പോ ചേട്ടാ എനിക്ക് കിട്ടുന്ന അനുഭവമാണ് എന്റെ ആത്മീയത. അത് ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിൽ ഓരോ ആളുകൾക്ക് അനുഭവങ്ങളും ഭാവനകളും അങ്ങനെ പല പരിപാടികളും. അതിൽ എനിക്ക് ക്യൂരിയസ് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ചേട്ടാ ഈ ആത്മീയത എല്ലാവർക്കും പൊതുവെ പല രീതിയിലായിരിക്കും. പക്ഷെ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറെ കോമൺ ആയിട്ട് ഒന്നുമില്ല ആത്മീയതയില്. ഉണ്ട്, ഒന്നുമില്ല. അത് എന്താണെന്നാലും പറയാം. കോമൺ ആയിട്ട് ആത്മീയതയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയണെങ്കിൽ ആത്മീയത എന്താണെന്ന് ആദ്യം പറയണ്ടേ? ചേട്ടാ ആത്മീയത എന്നുള്ള പോയിന്റ് വിടുക. അതൊരു ചോദ്യമാണ്. മറ്റേ ഈ ഉസ്താദന്മാരൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം ആയി പോരുത്. അല്ല, ഉസ്താദ്മാർ ചോദിക്കുന്ന ചോദ്യമല്ല. നിങ്ങൾ ഒരു കാര്യം ഐഡിയോളജി എന്നോട് പറയുന്നു, ഞാൻ പറയുകയും ഞാൻ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ നിങ്ങളോട്. പക്ഷെ നിങ്ങൾ എന്നോട് ഒരു കാര്യത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന സത്യം എന്റെ ആശയത്തെക്കാൾ കുറച്ചുകൂടി മികച്ചതാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതെന്താണെന്ന് പറയാനുള്ള മിനിമം ബാധ്യത നിങ്ങൾക്കില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്? പ്രതീക്ഷിക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരൊറ്റ ആൻസർ ആയിട്ട് കാണരുത്. നമുക്ക് മനസ്സിലാവണ്ടേ? ഇപ്പൊ നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്റെ ഐഡിയോളജി എന്താണ് അല്ലെങ്കിൽ എന്റെ ഐഡിയ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായി, വ്യക്തമായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് എന്നോട് പറയൂ. പറയാം. അപ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് എന്നെ പോലെ ഈ ആത്മീയത ആരെങ്കിലും പറഞ്ഞു നടക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അതിന്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ്. നമ്മുടെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് അങ്ങനത്തെ ഒരു വ്യവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാൻ ഇച്ചിരി പാടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് നമുക്ക് അന്വേഷിക്കാം. ചേട്ടനായാലും എനിക്കായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ള തോന്നൽ എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? എനിക്കത് കൂടുതൽ എന്തോ ഇതിനകത്ത് സാധ്യത ഉണ്ടെന്നൊരു തോന്നൽ. എന്തോ സാധ്യത എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സാധ്യത? നമ്മുടെ ഒരു ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ബ്രെയിനിന്റെ പവർ. അപ്പൊ അത് മാത്രം നോക്കുക, ആ ഒരു കോൺസെപ്റ്റ് എടുക്കുക. ഇപ്പൊ നമ്മുടെ ബ്രെയിന് നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ പവർ ഉണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ അതിനെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടെന്ന് പോലും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് തോന്നുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് എക്സ്ട്രാ ഓർഡിനറി തോട്ട്സ് വരും. അങ്ങനത്തെ ഒരു ഉദാഹരണം പറയോ? നമ്മുടെ ഈ പറയുന്ന മതങ്ങളുടെ കാര്യം. ഇപ്പം ചേട്ടൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കൺസെപ്റ്റാണ് മതങ്ങളുടെ പ്രശ്നങ്ങളും. ഏത് മതമായാലും, ഹിന്ദു ആയാലും മുസ്ലിം ഏതായിക്കോട്ടെ, എല്ലാ വിശ്വാസക്കാരും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പരസ്പരം ശത്രുത. ഇസ്ലാമിന് ഹിന്ദുക്കളോടും അല്ലെങ്കിൽ മറ്റു മതങ്ങളോടും, സെമിറ്റിക് മതങ്ങൾക്ക് നാച്ചുറൽ മതങ്ങളോടും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പരസ്പരം ഒരു വൈര്യം എല്ലാവരുടെ ഉള്ളിൽ കുഴപ്പമുണ്ട്. അത് ഹിന്ദു മതത്തിൽ ഉള്ള ആൾക്കാർക്ക് പോലും ഉണ്ട്. കാരണം ആൾക്കാരൊന്നും ഹിന്ദു മതത്തിന്റെ കോർ കൺസെപ്റ്റിലല്ല വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പൊ സനാതന ധർമ്മം വിശ്വസിച്ച ഹിന്ദുക്കളുടെ എണ്ണം ചിലപ്പോൾ 1% പോലും കാണത്തില്ല മൊത്തത്തിൽ. അത് ഭൗതികമായിട്ടുള്ള ഒരു ലോകത്ത് ഈ ഒരു കൺസെപ്റ്റിൽ തന്നെ ജീവിച്ചിരിക്കുക. ഒരു മിനിറ്റ് ഒന്ന് കഴിക്കാൻ, വെള്ളം കുടിച്ചോട്ടെ. അപ്പൊ എന്റെ ഒരു മെയിൻ കൺസെപ്റ്റിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ മതങ്ങളെ എല്ലാം ഒരു സമവായത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ എന്റെ ഒരു ചിന്തയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഈ ആത്മീയത എങ്ങനെയാണ് മതങ്ങളെ സമവായത്തിൽ എത്തിക്കാൻ പോകുന്നത്? വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് എല്ലാ മതങ്ങളും വിശ്വാസമാണ്. ഇപ്പം ഇവര് അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. അള്ളാഹു അല്ല മറ്റൊരു ദൈവം ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ വിശ്വാസം അങ്ങനെ ചെയ്തോട്ടെ. ആ ഒരു വിശ്വാസം. ഇപ്പൊ ഹിന്ദുമതം ആയാലും ഒരു ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യാനിറ്റി ആയാലും ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം എന്ന സാധനത്തെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു സാധനത്തെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ ഒരു പ്രതീക്ഷ ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അതിന്ന് പല മേഖലയിലും കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പം ഈ യൂണിവേഴ്സിന്റെ പവർ, ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ നോക്കുന്ന യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അവര് നിങ്ങൾ എവിടെയോ പറയുന്നത് പോവാണ്. നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങിയത്? നിങ്ങൾ എവിടെയോ പോയി. കൺസെപ്റ്റ് അതെ ചേട്ടാ, ഇത് ഒരു ഒറ്റ വാക്ക് നമുക്ക് ആത്മീയത പറയാൻ പറ്റത്തില്ല. ഈ മാനിഫെസ്റ്റേഷൻ ഇത് എന്താ അറിയോ, നമ്മളൊരു ഒരു ഐഡിയ പറയുമ്പോ നമ്മൾ ആദ്യം അതിനെ ഒരു ടേം കണ്ടെത്തണം. ആ ടേമിന് നമ്മളൊരു ഡെഫിനിഷൻ കണ്ടെത്തണം. നിങ്ങളുടെ ഐഡിയ ഡെവലപ്പ് ചെയ്യൂ, ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ഡെവലപ്പ് ചെയ്യൂ. അതായത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി അല്ലെങ്കിൽ ഐഡിയ, ആ ഐഡിയക്ക് നിങ്ങളൊരു പേര് കണ്ടെത്തൂ. നിങ്ങളുടെ പേര് കണ്ടെത്തൂ. നിങ്ങൾ ഇനിയിപ്പോ ആത്മീയത എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടണ്ട. എന്നിട്ട് അതിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ ഒരു വൺ ലൈനിൽ പറയാൻ കഴിയണം. ഇപ്പൊ ഏത് മതങ്ങൾ എടുത്താലും എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളിലും അവർക്കൊരു 1 ലൈൻ 2 ലൈനിൽ അവരുടെ വിശ്വാസത്തിന്റെ ബേസ് പറയാൻ പറ്റും, അവരുടെ ആത്മീയതയുടെ ബേസ് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഈ ദൈവങ്ങളുടെ നിഗൂഢതകളിലോ ആത്മീയമായിട്ടുള്ള അന്വേഷണത്തിന്റെ വഴിയിലോ അല്ല. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അതിൽ മതങ്ങളുടെ നിയമങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മതസമൂഹങ്ങൾ പരസ്പരം എങ്ങനെ, ഇതാണ് എന്റെ പ്രശ്നം. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അതിനെ ഡിഫൈൻ ചെയ്യൂ. ഒരു 1 ലൈനിൽ നിങ്ങൾക്ക് പറയാനുള്ള കൺസെപ്റ്റിനെ കൊണ്ടുവരും, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് പറയൂ. അതല്ലാതെ വെറുതെ എന്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സീക്രട്ട് സൊസൈറ്റികളായിട്ടുള്ള സംഘടനകളും ഉണ്ട്. ഇലുമിനാറ്റി പോലുള്ള സംഘടനകളും ഇതേ പറഞ്ഞ കൺസെപ്റ്റിലാണ് വിശ്വസിച്ചത്. ഒരു നേച്ചറിന്റെ ഒരു പവർ, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു പവർ, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഒരു പവർ. ആ ഒരു കൺസെപ്റ്റിൽ ഈ പറയുന്ന ഇലുമിനാറ്റി, ഫ്രീമേഷൻസ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. ഈ മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ഈ സനാതന വർമ്മയുടെ കൺസെപ്റ്റ്, ഇങ്ങനെ നിരവധി ഇഷ്ടം പോലെ കൺസെപ്റ്റുകൾ ഉണ്ട് ലോകത്ത്. പഴയതും ഇല്ലാണ്ടായി പോയതും ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കിയ പുതിയ ഒരെണ്ണം കൂടി ഉണ്ടാവും. അത്ര എന്താ വ്യത്യാസം? അതുകൊണ്ട് എന്താ കാര്യം? പക്ഷെ ഇത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയത്തില്ല. പൊതുസമൂഹത്തിന് അറിയത്തില്ല എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഓരോ ആളുകളുടെ, ഞാൻ ഇതിനെ പൊതുവിൽ പറയപ്പെടുന്നത് പുകയായിട്ടാണ്. അതായത് ഇത് കൊണ്ടു നടക്കുന്ന ആളുകളോട് ഇതിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അത് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കൂ, നിങ്ങളിപ്പോ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ നിങ്ങളുടെ പർപ്പസ്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ, ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒന്ന് സമാധാനപ്പെടുത്താൻ പറ്റും. സമാധാനപ്പെടുത്തണമെങ്കിൽ ആദ്യം ഇതൊക്കെ പുകയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം, ആ സത്യം അവർ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഓരോരോ സാധനങ്ങളാണ്. ബ്രോ, ഞാൻ താങ്കളോട് എല്ലാ കാര്യത്തിലും യോജിച്ചാണ് വന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നത്തോട് ഞാൻ യോജിക്കത്തില്ല. ചേട്ടൻ അത് പുകയാണെന്ന് പറഞ്ഞ് ഉൾക്കൊണ്ട്, അത് പുകയല്ലെങ്കിൽ അത് എന്താണെന്ന് വിശദീകരിക്കാൻ ഇത് പറയുന്ന ആൾക്കാർക്ക് ബാധ്യതയില്ല. അത് നമ്മള് ആ യാത്ര കണ്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ യാത്ര അല്ല, നിലവിലുള്ളതിനെ വിശദീകരിക്കേണ്ട എന്ത് ബാധ്യത നിങ്ങൾക്കുള്ളത്? ഇപ്പൊ ഉള്ളവരെന്നെ വിശദീകരിക്കണ്ടേ? ഇപ്പൊ നിലവിൽ തല്ലുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, മനസ്സിലായോ? ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ഉണ്ടെന്നേ, ഇങ്ങനത്തെ നിരവധി കഥകളുണ്ട്. ഞാൻ ഇതിന്റെ പുറകെ പോകുന്ന ആളല്ല. കാരണം വേറൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല, ഇത് നിങ്ങൾക്കാണ് അത്ഭുതം. നിങ്ങൾ വെറുതെ എന്റെ സമയം മെനക്കെടുത്തു മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനകത്തൊന്നും അത്ഭുതപ്പെടുന്ന ആളല്ല. ഞാൻ നിങ്ങൾ തുടക്കത്തിൽ ചേട്ടൻ ചിന്തിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അല്ല, ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളല്ല സുഹൃത്തെ. ഞാൻ ഇത്തരം ചിന്തകളോ ഇത്തരം ആത്മീയ അന്വേഷണങ്ങളുടെ കാര്യങ്ങളോ ഇത്തരം നിഗൂഢമായിട്ടുള്ള ചിന്താ പദ്ധതികളെ കുറിച്ചൊന്നും ആദ്യമായിട്ട് കേൾക്കല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനകത്ത് ക്യൂരിയസ് അല്ല. എനിക്ക് അതിനകത്ത് ജിജ്ഞാസയില്ല. എനിക്ക് അതിനകത്ത് ജിജ്ഞാസയില്ല. നിങ്ങൾ അതിലാണ് ജിജ്ഞാസുവായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ മിനിമം ബാധ്യതയാണ് നിങ്ങൾ എന്തിലാണോ പെർസ്യൂ ചെയ്യുന്നത് അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത. വാട്സാപ്പിൽ ഒരു കുറിപ്പായിട്ട് ഇട്ട് തരാം. അതൊന്നും കുത്തിയിരുന്ന് ഞാൻ വായിക്കൂല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വായിക്കാനുള്ള ക്ഷമ അല്ല. അങ്ങനെ ഞാൻ പറയണത്, എനിക്ക് നമ്മളിത് ആവർത്തിച്ചേ പറഞ്ഞോണ്ട്, ഇപ്പൊ നമ്മൾ സംസാരം തുടങ്ങി ഇത്ര സമയമായി, നമ്മളിത് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കഥയോ ഒന്നുമല്ല. ഇങ്ങനത്തെ ഒരുപാട് കഥകളും സിദ്ധാന്തങ്ങളും ചിന്താ പദ്ധതികളുമായിട്ട് നിരന്തരം സംസാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരോട് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. എന്നെ പോലെ ഇഷ്ടംപോലെ പേര് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഉണ്ടാവും, അതെല്ലാം വ്യത്യസ്തവുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളും ഭാവനകളുമാണ്. ആ ഒരു മേഖലയെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. ആ ഒരു മേഖലയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്.
ഓക്കെ. ഇങ്ങനെ നിങ്ങളെ പോലെ പണ്ട് ജീവിച്ച ഒരാൾ തന്നെയാണ് മുഹമ്മദ്. മനസ്സിലായോ? അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എത്രയോ മനുഷ്യർ അനുഭവിക്കുന്നു. ഇനി നിങ്ങളും കൂടി ഒന്ന് തുടങ്ങി അടുത്തത് മനുഷ്യന്മാർക്ക് അനുഭവിക്കാനുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുന്നില്ല. അതെന്താ? ഇതിനകത്ത് ഒന്നും ഇല്ലെന്നേ. അതെല്ലാം ഞാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്ത് ഒട്ടും എന്താ പറയാ ജിജ്ഞാസയുള്ള ആളല്ല. ഇതൊരു പുകയാണ് എന്ന് ആണ് എന്റെ ബോധ്യം. എന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ആത്മീയത പറഞ്ഞു വരുകയും ആത്മീയത എന്താണെന്ന് ചോദിച്ചാല് അവര് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ചെയ്യുന്നത് ഞാൻ നിരവധി തവണ. ചേട്ടാ, ഞാൻ ഈ ഒരു ചിന്താധാരയിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 3 മാസമേ ഉള്ളൂ. 3 മാസം കൊണ്ട് മനസ്സ് നിരന്തരമായ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും. അത് കുറച്ചുകൂടി നിങ്ങൾ പെർസ്യൂ ചെയ്യൂ. എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കൂ. ഇതിനകത്തൊരു സാധ്യതയുണ്ട്. അത് ഞാൻ ആയിക്കോട്ടെ, സാധ്യത നിങ്ങൾ അന്വേഷിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്നോട് വിളിക്കൂ. അപ്പൊ നമുക്ക് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ചേട്ടന്റെ കുറെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും വേണമായിരുന്നു. അല്ല, ഇത്തരം കേസുകളിൽ എന്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് സഹായകരമായിട്ട് ഒന്നും എന്റെ കയ്യിലില്ല. സഹായമുണ്ട് ചേട്ടൻ. ഞാൻ പൊതുവിൽ പറയുന്നത് നിങ്ങൾ എടുത്തോളൂ. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് ഇതിന് കളയാൻ വേണ്ടി സമയമില്ല. ചേട്ടന്റെ ഇത്രയും വിലപ്പെട്ട സമയം എനിക്ക് തന്നതിൽ വലിയ നന്ദിയുണ്ട്. താങ്ക് യു.